എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം അവിടെ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാ രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ചെറിയ പ്രഭാഷണങ്ങളും കീർത്തനങ്ങളും ചൊല്ലുകയൊക്കെ ചെയ്യാറുണ്ട്. ഈ വർഷവും അതുപോലെ ഒരു പ്രഭാഷണ പരമ്പര നടക്കുകയാണ്. രാമസന്ധ്യാനാമം ചൊല്ലുന്ന ഒരു പരിപാടിയും കൂടെ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 11ാം ദിവസമായ ഇന്ന് പ്രഭാഷണം നടത്തുന്ന 2 കുട്ടികൾ ഗായത്രി ജി നായർ, വൈഷ്ണവി ആറും, അവർ 2 പേരാണ്. രാമസന്ധ്യാനാമം ചൊല്ലുന്നത് ശ്രീഹരി ജി നായർ. ഗായത്രിയുടെ സഹോദരനാണ് ശ്രീഹരി. ഗായത്രിയും വൈഷ്ണവിയും എല്ലാ ക്ലാസ്സുകളും വളരെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ്. അവരുടെ പാരൻസും വളരെയധികം ശ്രദ്ധയോടെ കുട്ടികളെ ഈ ആധ്യാത്മിക ക്ലാസ്സിൽ പങ്കെടുപ്പിക്കുകയും അതേമാതിരി പ്രഭാഷണങ്ങൾക്കെല്ലാം അവർക്ക് എഴുതിയെടുക്കാനും അവർക്ക് അതിനുള്ള പ്രാക്ടീസ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. വളരെയധികം ശ്രദ്ധയോടുകൂടി കുട്ടികളെ ഈ സത്സംഗത്തിൽ ഒക്കെ പങ്കെടുപ്പിക്കുന്നുണ്ട്. ഏറ്റവും സന്തോഷത്തോടുകൂടി ഗായത്രിയെയും വൈഷ്ണവിയെയും ശ്രീഹരിയെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗായത്രിയും വൈഷ്ണവിയെയും വീഡിയോ ഓൺ ചെയ്ത് പ്രാർത്ഥന ചൊല്ലുക, എന്നിട്ട് പ്രോഗ്രാം തുടങ്ങും. എല്ലാവർക്കും നമസ്കാരം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഹം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം. മോളെ മ്യൂട്ടായി. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം സ്മരാമി. വൈഷ്ണവി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. വൈഷ്ണവി സ്റ്റാർട്ട് ചെയ്യേ. ഭരതൻ വന്ന് നമസ്കരിച്ച് പാതുകങ്ങൾ വാങ്ങി പോയ ശേഷം രാമസീത ലക്ഷ്മണന്മാർ ചിത്രകൂടത്തിൽ തന്നെയാണോ താമസിച്ചത്? ശ്രീരാമൻ ചിത്രകൂടത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ താമസിച്ചിരുന്ന വളരെയധികം ഭയചന്ദ്രൻ അവിടം വിട്ടു കണ്ടു. എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചത് അവിടെ പ്രധാനിയായ മഹർഷി പറഞ്ഞു. ഒരു മിനിറ്റ് വൈഷ്ണവിയെ മ്യൂട്ട് ചെയ്തേ. ശ്രീരാമൻ ചിത്രകൂടത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ താമസിച്ചിരുന്ന മഹർഷിമാർ എല്ലാവരും വളരെയധികം ഭയചകിതരോടെ അവിടം വിട്ടു പോകുന്നതായി കണ്ടു. എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ അവരിൽ പ്രധാനിയായ മഹർഷി പറഞ്ഞു, ഖരൻ എന്ന അതിഭീകരനായ അസുരൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. അതിനാൽ ഇനി ഇവിടെ താമസിക്കുന്നത് നല്ലതല്ല എന്നും അവർ വേറെ വനത്തിലേക്ക് യാത്രയാവുകയാണ് എന്നും പറഞ്ഞു. ശ്രീരാമനെയും അയോധ്യാവാസികൾ തങ്ങളെ ഇവിടെ വെച്ച് തന്നെയാണല്ലോ കണ്ടത്. ശ്രീരാമനെയും അവിടെ വസിക്കുന്നത് നല്ലതല്ല എന്ന് അവർ ഉപദേശിച്ചു. ഇവിടെ താമസിച്ചാൽ അവരുടെ ഓർമ്മകൾ നമ്മെ തളർത്തും. അതിനാൽ ഇവിടെ നിന്നും നമുക്കും വേറെ വനത്തിലേക്ക് പോകാമെന്ന് ശ്രീരാമൻ തീരുമാനിച്ചു. അങ്ങനെ അവർ യാത്രയായി അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അത്രി മഹർഷി അവരെ യഥോചിതം സ്വീകരിച്ച് ആശ്വാസവാക്കുകൾ പറഞ്ഞു. അദ്ദേഹം സഹധർമ്മിണിയായ അനസൂയയെ വിളിച്ച് സീതാദേവിയെ കൂടി കൂട്ടുവാൻ പറഞ്ഞു. അനസൂയയുടെ മഹത്വം മനസ്സിലാക്കിയ ശ്രീരാമൻ സീതാദേവിയോട്
അവരുടെ അനുഗ്രഹം സമ്പാദിക്കുവാൻ പറഞ്ഞു. ഘോരമായ വനത്തിലേക്ക് രാമനെ അനുഗമിച്ച സീതയുടെ ഭർതൃസ്നേഹത്തെ പ്രശംസിച്ച് അനസൂയ സീതയ്ക്കൊരു ദിവ്യമാലയും വസ്ത്രവും നൽകി. പിന്നീട് അവർ സീതയോട് സീതയുടെ സ്വയംവര കഥ വിശദമായി പറഞ്ഞു തരാൻ പറഞ്ഞു. സീത അപ്രകാരം എല്ലാം വിശദമായി പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ യാത്ര തുടർന്ന് ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചു. മഹാതപസ്യയും വേദജപം കൊണ്ട് അത്യധികം തേജസ്സോടു കൂടിയവനുമായ ധാരാളം മഹർഷിമാർ അവരെ പാദ്യം നൽകി സ്വീകരിച്ചു. ആതിഥ്യം സ്വീകരിച്ച് രാമലക്ഷ്മണന്മാർ വീണ്ടും അവിടെ നിന്ന് ഉൾക്കാട്ടിലേക്ക് യാത്ര തുടർന്നു. ആ ഘോര വനത്തിൽ വെച്ചാണോ അവർ വിരാതൻ എന്ന ഭയങ്കര രാക്ഷസനെ വധിച്ചത്? പിന്നീട് അവർ എങ്ങോട്ടാണ് പോയത്? അവർ 3 പേരും ഘോരവനത്തിലൂടെ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ടു പോകുമ്പോൾ പെട്ടെന്ന് അതിഭീകരനായ വിരാതൻ എന്ന പേരായ രാക്ഷസൻ പ്രത്യക്ഷപ്പെട്ട് സീതയെ പിടിച്ച് ഒക്കത്ത് വെച്ച് രാമലക്ഷ്മണന്മാരോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ആയുസ് തീർന്നവരായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. താപസന്മാരായ നിങ്ങൾ സുന്ദരിയായ സീതയോടുകൂടി താമസിക്കുന്നത് ശരിയല്ലല്ലോ. ആയുധം ധരിച്ച് നിങ്ങൾ മുനിമാർക്ക് അപമാനമുണ്ടാക്കുന്നു. നിങ്ങൾ ആരാണ്? ഞാൻ വിരാതൻ എന്ന പേരായ രാക്ഷസൻ. ഞാൻ ഋഷിമാംസം കഴിച്ചാണ് ജീവിക്കുന്നത്. ഈ സുന്ദരിയായ പെണ്ണ് ഇനി എന്റെ ഭാര്യയായിരിക്കട്ടെ. സീത പേടിച്ചു വിറച്ചുപോയി. ഞങ്ങൾ ഇഷാകും വംശജരാണ്, ക്ഷത്രിയരാണ് എന്ന് ശ്രീരാമൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു: എനിക്ക് ബ്രഹ്മാവിൽ നിന്നും വരം ലഭിച്ചിട്ടുണ്ട്. ആയുധം കൊണ്ട് നിങ്ങൾക്ക് എന്നെ വധിക്കാൻ പറ്റില്ല. ഇത് കേട്ട് ക്രുദ്ധനായ ശ്രീരാമൻ ശരം തൊടുത്തു. അതിശക്തമായ ശരപ്രവാഹമേറ്റ് വിരാതൻ സീതയെ താഴെ വെച്ച് ഘോരയുദ്ധം തുടങ്ങി. പെട്ടെന്ന് രാമലക്ഷ്മണന്മാരെ ഉയർത്തി തന്റെ തോളിൽ വെച്ച് അവൻ ഓടാൻ തുടങ്ങി. രാമലക്ഷ്മണന്മാർ അവന്റെ 2 കൈകളും വെട്ടി. അവൻ നിലത്തു വീണു. മുഷ്ടികൾ കൊണ്ട് ഇടിച്ച് അവനെ ഭൂമിയിൽ ചതച്ചിട്ടു. ആയുധം കൊണ്ട് അവനെ കൊല്ലാൻ പറ്റില്ല എന്നറിഞ്ഞ് രാമലക്ഷ്മണന്മാർ വലിയ കുഴിയുണ്ടാക്കി അവനെ അതിൽ തള്ളിയിട്ട് മണ്ണിട്ട് മൂടി. പെട്ടെന്ന് വിരാതന്റെ സ്ഥാനത്ത് ശാപം കൊണ്ട് രാക്ഷസനായ തമ്പുരു എന്ന ഗന്ധർവൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം രാമനെ വണങ്ങി. രാമന്റെ കൈകൊണ്ട് ഗന്ധർവന് ശാപമോക്ഷം ലഭിച്ചു. രാമലക്ഷ്മണന്മാർ സീതയെയും കൂട്ടി അവരുടെ യാത്ര തുടർന്നു. യാത്ര തുടർന്ന് അവർ 3 പേരും പിന്നെ എവിടെയാണ് എത്തിച്ചേർന്നത്? പിന്നീട് അവർ 3 പേരും തപോമഹിമയാൽ പരമജ്ഞാനിയായ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. അവിടെ ഇന്ദ്രൻ മഹർഷിയെ അല്പം മുൻപ് ബ്രഹ്മലോകത്തേക്ക് കൊണ്ടുപോകാൻ വന്നിരുന്നു. എനിക്ക് ബ്രഹ്മലോകത്തേക്കാൾ വലിയത് ദശരഥ പുത്രനായ ശ്രീരാമനെ ദർശിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ശരഭംഗ മഹർഷി ഇന്ദ്രനെ മടക്കി അയച്ചു. ശ്രീരാമ സീത ലക്ഷ്മണന്മാർ മഹർഷിയെ നമസ്കരിച്ചു. ഇനി നിങ്ങൾ സുധീഷ്ണ മഹർഷിയെ കാണുക എന്ന് പറഞ്ഞ് സ്വന്തം ശരീരം ശരഭംഗ മഹർഷി അഗ്നിക്ക് സമർപ്പിച്ചു. തേജോമയനായ ഒരു കുമാര ശരീരം സ്വീകരിച്ച് ബ്രഹ്മലോകത്തേക്ക് ശരഭംഗ മഹർഷി യാത്രയായി. പിന്നീട് അവർ സുധീഷ്ണ മഹർഷിയുടെ ആശ്രമം സന്ദർശിച്ചു. മഹർഷി തന്റെ താപശക്തിയാൽ നേടിയതെല്ലാം രാമന് തരാമെന്ന് പറഞ്ഞു. രാമൻ അത് സ്വീകരിച്ചില്ല. ഇവയെല്ലാം ഞാൻ തനിയെ തപസ് ചെയ്ത് നേടിക്കൊള്ളാം എന്ന് പറഞ്ഞു. മഹർഷിയെ വന്ദിച്ച് ദണ്ഡകാരണ്യത്തിലേക്കുള്ള യാത്ര അവർ തുടർന്നു. യാത്രാമധ്യേ രാമലക്ഷ്മണന്മാർ മുനിവേഷധാരികളായിട്ടും ഇങ്ങനെ ആയുധവും അമ്പും വില്ലും ധരിക്കുന്നത് തെറ്റല്ലേ എന്ന് സീത ചോദിച്ചു. നരഭോജികളായ രാക്ഷസന്മാരിൽ നിന്നും താപസന്മാരെയും മഹർഷിമാരെയും രക്ഷിക്കാം എന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട്. അത് നിറവേറ്റിയേ പറ്റുള്ളൂ. ഭവതിയെയും ലക്ഷ്മണനെയും ത്യജിക്കേണ്ടി വന്നാലും ഞാൻ അവരോട് പറഞ്ഞ ആ വാക്കിൽ നിന്ന്, ആ സത്യത്തിൽ നിന്ന്, അവരെ രക്ഷിക്കുന്ന കാര്യത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് ശ്രീരാമൻ പറഞ്ഞു. കുറെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു തെളിനീർ തടാകം കണ്ടു. ആ തടാകത്തിൽ നിന്ന് സംഗീതത്തിന്റെയും വാദ്യമേളങ്ങളുടെയും എല്ലാം ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ ആരെയും അവിടെ കണ്ടുമില്ല. കൂടെ വന്ന മുനിയോട് ഈ അത്ഭുത പ്രതിഭാസം എന്താണെന്ന് ശ്രീരാമൻ ചോദിച്ചു. പഞ്ച അപ്സരസ് എന്ന ഈ തടാകം മാണ്ഡകർണി
എന്ന മുനി നിർമ്മിച്ചതാണെന്നും ദേവേന്ദ്രൻ തപസ് മുടക്കാൻ അയച്ച 5 അപ്സരസുകളെ പത്നിമാരാക്കി തടാകത്തിൽ വലിയ കൊട്ടാരമുണ്ടാക്കിയ ആ മുനി നിത്യയൗവന യുക്തനായി ഇവിടെ കഴിയുന്നു. അവരുടെ പാട്ടിന്റെയും നൃത്തത്തിന്റെയും ശബ്ദം മാത്രമാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നും ആ മുനി പറഞ്ഞു. ഈ പ്രഭാഷണ പരമ്പരയിൽ എനിക്ക് അവസരം തന്ന പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിലെ മറ്റെല്ലാ ഗുരുക്കന്മാരെയും എന്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. രണ്ടുപേരും നന്നായിട്ട് കൈകാര്യം ചെയ്തു കേട്ടോ. വളരെ നന്നായിരുന്നു. ശ്രീഹരി. എല്ലാവർക്കും നമസ്കാരം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. രാമായ രാമ 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 പാഹി മാം. രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം. രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തിമുക്തിദായക പുരന്ദരാദിസേവിത ഭാഗ്യവാരിധേ ജയ മുകുന്ദ രാമ പാഹി മാം. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവാശിഖാമണേ മുകുന്ദ രാമ പാഹി മാം. നിൻചരിതമോതുവാൻ നിനാവിലോർമ്മ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമ ശിവായ മംഗല ചന്ദ്രശേഖര ഭഗവത് ഭക്തി കൊണ്ടു ഞാനിതാ രാമമന്ത്രമോടിടുന്നിതാമയങ്ങൾ നീങ്ങുവാൻ. രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം. ശിക്ഷയോടു മത്സ്യമായ അവതരിച്ച മാധവ ഭക്തസാങ്കിതം ഭവിച്ച രാമ രാമ പാഹി മാം. ധർമ്മമോടു ഉയർത്തുവാനയങ്ങുടൻ കൂർമ്മമായ അവതരിച്ച രാമ രാമ പാഹി മാം. പാരിടം പിളർന്നു ചെന്നു തേറ്റമേലെ ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട രാമ രാമ പാഹി മാം. നാരസിംഹരൂപനായ അവതരിച്ചു നീ പുര നീതിയായ ഹിരണ്യനെ ഹനിച്ച രാമ പാഹി മാം. ജഗത്രയങ്ങൾ മൂന്നടിയായ അങ്ങളന്നു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമ പാഹി മാം. ഭംഗിയോടു ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹി മാം. ഭൂമി ഭാരമാശു തീർത്തു രക്ഷ ചെയ്വ തിന്നഹോ ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമ പാഹി മാം. ആകയാൽ അയോധ്യ മന്നനാം ദശരഥനുടെ ആത്മപുത്രനാൽ ജനിച്ച രാമ രാമ പാഹി മാം. ദുഷ്ടരാം നിശാചരാവധം കഴിച്ച യാഗവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹി മാം. ഗൗതമന്റെ ശാപമേറ്റു കല്ലകായി കിടന്നൊരു കാഞ്ചനേഴ്മിഴിക്ക് മോക്ഷമീണ്ട രാമ പാഹി മാം. വേദേഹരാജമുൾപ്പു കിന്തു വിശ്വനായകനുടെ വിൽമുറിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം. അച്ഛനോടും അമ്മയോടും ആശീർവാദവും വഹിച്ചു തുച്ഛമായ വൽക്കലം വസിച്ച് ധരിച്ച രാമ പാഹി മാം. ഭരതഭാഷിതം ശ്രവിച്ച് പൈതൃകർമ്മ തർപ്പണങ്ങൾ ഭക്തിയാൽ കഴിച്ചവിടെ രാമ രാമ പാഹി മാം. പാതുകം ഭരാധനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹി മാം. ഭക്തനാം ജടായുവിന് മോക്ഷവും കൊടുത്തു
ശക്തനാം കബന്ധനെ വധിച്ച രാമ പാഹി മാം. ശബരിയാശ്രമേ ഗമിച്ചു സർവകാര്യവും ഗ്രഹിച്ചു ശബരിയും ഗതിയടഞ്ഞു രാമ രാമ പാഹി മാം. സീതയോട് ചൊൽവതിന്നു ശില്പമായ വാക്യവും ചന്തമോടു ചൊല്ലിവിട്ട രാമ രാമ പാഹി മാം. ഇന്ദ്രജിത്തിനോടതിർത്തു ബ്രഹ്മപാശമേറ്റതും ഇംഗിതത്തോടങ്ങറിഞ്ഞ് രാമ രാമ പാഹി മാം. ലങ്ക ചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങളാശു തീർത്ത് രാമ രാമ പാഹി മാം. വഞ്ചിറ തൊടുത്തു പിന്നെ വാഞ്ചമോദമോടുടൻ വാരിധി കടന്നു ചെന്ന രാമ രാമ പാഹി മാം. കമ്പമാർന്ന രാവണന്റെ തമ്പിയായി വിലസിടുന്ന കമ്പകർണനെ ഹനിച്ച രാമ രാമ പാഹി മാം. ഇന്ദ്രജിത്തിനെ വധിച്ചു സുന്ദര കുമാരനായി ലക്ഷ്മണാഗ്രജ വിഭോ മുകുന്ദ രാമ പാഹി മാം. ദുഷ്ടനാം ദശാനനന്റെ കണ്ഠവും മുറിച്ചു പിന്നെ ശിഷ്ടരക്ഷ ചെയ്തുകൊണ്ട രാമ രാമ പാഹി മാം. രാക്ഷസാകുരം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്കും തൽക്ഷണേ വരുത്തി വെച്ച രാമ രാമ പാഹി മാം. അഗ്നിമണ്ഡലേ ഇരുന്നു സീതയെ വഹിച്ചുകൊണ്ട് വന്നയോധ്യ പൊക്കിരുന്ന രാമ രാമ പാഹി മാം. രക്തമകുടവും ധരിച്ചു ദേവിയോടു കൂടവേ രത്നമഞ്ചമതിൽ വസിച്ച രാമ പാഹി മാം. രാജ്യവാസിയായവർക്കു പൂജനായിരുന്നു തത്ര രാജ്യപാലനം വഹിച്ച രാമ രാമ പാഹി മാം. ഭക്തിയോടു സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ശ്രീഹരി എത്രയിലാ പഠിക്കുന്നേ? ഞാൻ 2ല്. 2ല്. ആ, മിടുക്കനായിട്ട് പറഞ്ഞു കേട്ടോ. മലയാളമൊക്കെ നോക്കി വായിക്കാനൊക്കെ പഠിച്ചു നന്നായിട്ടല്ലേ? വെരി ഗുഡ്. ഇതിന് നമുക്ക് അടുത്ത കൊല്ലം പ്രഭാഷണമൊക്കെ ചെയ്യണം. വളരെ നന്നായി കേട്ടോ. മച്ചേട്ടാ സായിറാം. കേൾക്കാമോ സാറേ? കേൾക്കാമോ? ആ, ഇന്ന് കുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു പ്രധാന കാര്യം അറിയിക്കാനുണ്ട്. നമ്മുടെ ഗുരുനാഥനായ പരമേശ്വരൻ സാറ്, വേദാചാര്യൻ, ഇന്നൊരു മഹാകർമ്മം വന്നിട്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഏറ്റുമാനൂരിലുള്ള മാരിയമ്മൻ കോവിൽ ക്ഷേത്രത്തിൽ വെച്ച് 100 കണക്കിന് ഭക്തജനങ്ങളെ കൊണ്ട് മഹാരുദ്രാഭിഷേകം ചെയ്യിച്ചതിന് ശേഷമാണ് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. മഹാരുദ്രാഭിഷേകം അപൂർവമായിട്ട് നടത്തുന്ന ഒരു പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മം ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കുഞ്ഞുങ്ങളും ഇവിടെ ഈ ആധ്യാത്മിക ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെല്ലാം പരമേശ്വരന്റെ പാദങ്ങളിൽ ഭക്തിയാദരപൂർവ്വം നമസ്കരിക്കണം. മനസ്സാ നമസ്കരിച്ചാൽ മതി. എല്ലാവരും മനസ്സാ നമസ്കരിച്ചോ? നമസ്കരിക്കണം. ഇന്ന് കർക്കിടക മാസം 11-ാം ദിവസത്തില് ഗായത്രിയും വൈഷ്ണവിയും ശ്രീഹരിയുമാണ് പങ്കെടുത്തിരിക്കുന്നത്. ചോദ്യങ്ങളെല്ലാം വൈഷ്ണവി ചോദിച്ചു. അതിന് ശരിയായ മറുപടി വളരെ വിശദമായിട്ട് തന്നെ ഗായത്രി കുട്ടി പറയുകയുണ്ടായി. ചിത്രകൂടത്തിലെ സംഭവങ്ങളും ശരഭംഗ മഹർഷിയുടെയും സുധീഷ്ണ മഹർഷിയുടെയും ഒക്കെ ആശ്രമ സന്ദർശനങ്ങളും വിരോധരാക്ഷസന്റെ പെരുമാറ്റങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു.
താങ്ക് യു രാമായണം മുത്തശ്ശ. മുഴുവൻ രാമായണം മുഴുവൻ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതിനകത്തെ ഓരോ വരികളും മനുഷ്യജന്മത്തിന് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് തന്നിരിക്കുന്നത്. ത്രേതായുഗത്തിൽ ഭഗവാനാടിയ ലീലകളാണ്. അത് ഇന്നും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അതിന് പ്രസക്തി ഏറിയിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധാഭക്തി വിശ്വാസത്തോടെ തന്നെ രാമായണം ദിവസവും വായിക്കണം. കർക്കിടക മാസത്തിൽ നിർത്തരുത്. അർത്ഥമറിയാൻ മേലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം. പരമേശ്വരൻ സാറ് എപ്പോഴും അതിന് തയ്യാറെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിയോഗമാണ്, ഭഗവാന്റെ നിയോഗമാണ് അദ്ദേഹത്തെ ഈ വഴിയിലേക്ക് നിങ്ങളെ ബോധവാന്മാരാക്കാനും ആധ്യാത്മിക മാർഗത്തിൽ ഉന്നതി ലഭിപ്പിക്കാനും തയ്യാറാക്കിയിരിക്കുന്നത്. അതൊരു മഹാഭാഗ്യമായിട്ട് തന്നെ നമ്മൾ കരുതണം. എല്ലാവർക്കും കിട്ടുന്ന യോഗമല്ല. ഇത് ഭഗവാന്റെ നിയോഗത്താലാണ് അദ്ദേഹം ഈ കൃത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഈ പഠിത്തം പ്രയോജനപ്പെടുത്തണം. എനിക്ക് ശ്രീഹരിയോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. മറ്റുള്ളവരോട് പറഞ്ഞ കണക്ക് തന്നെ 2ാം ക്ലാസ്സിലല്ലേ ആയുള്ളൂ അല്ലേ? വളരെ ഭംഗിയായിട്ട് സന്ധ്യാനാമകീർത്തനം ചൊല്ലും. മക്കൾ ഒരിക്കലും മുടക്കരുത് കേട്ടോ. ഇത് ആഹാരം ഒരു നേരം ആഹാരം കഴിച്ചില്ലേലും കുഴപ്പമില്ല, ഇത് ചൊല്ലിയിരിക്കണം. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ നൽകിയിരിക്കും. പഠിത്തത്തിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും എല്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും നന്മ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മുത്തശ്ശ. താങ്ക് യു. നമസ്കാരം. ആദ്യം പരമേശ്വരൻ സാറിന് വലിയൊരു നമസ്കാരം പറയട്ടെ. ഇത്രയും മഹത്തായ ഒരു കാര്യം ചെയ്തിട്ട് സാറിന് ഏറ്റവും വലിയൊരു നമസ്കാരം. പിന്നെ ഗായത്രി, വൈഷ്ണവി രണ്ടുപേരും ആ ശ്രീരാമന്റെ, സീതയുടെയും ലക്ഷ്മണന്റെയും വനത്തിൽ കൂടിയുള്ള സഞ്ചാരം നിങ്ങളുടെ ചോദ്യോത്തരം കേൾക്കുമ്പോൾ ഞങ്ങളിങ്ങനെ അകക്കണ്ണിൽ കണ്ടോണ്ടിരിക്കുക. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് പറഞ്ഞത്. പിന്നെ ശ്രീഹരി മോൻ നന്നായിട്ട് ചൊല്ലി കേട്ടോ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് വളരെ നന്നായിട്ട് ചൊല്ലി. ഭക്തിയോടെ ദൈവം അനുഗ്രഹിക്കട്ടെ 3 പേരെ. വളരെ നന്നായിരുന്നു. നാളത്തെ പ്രോഗ്രാം നോക്കാം. നാളെ ശിവാനി, നിരഞ്ജന 2 പേരാണ് പ്രഭാഷണം അവതരിപ്പിക്കുന്നത്. ജാനകി രാഹുൽ, പ്രയാഗ് രാഹുൽ 2 പേര് ആണ് സന്ധ്യാനാമം ചൊല്ലുന്നത്. അപ്പൊ 4 കുട്ടികൾ നാളെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും നേരത്തെ തന്നെ ഇതുപോലെ കയറി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. വലിയവരെല്ലാവരും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക. നമ്മുടെ ഈ സനാതനധർമ്മം ഇനി കുഞ്ഞുങ്ങളിലൂടെ നിലനിൽക്കണം. നല്ല താല്പര്യമുള്ള എത്ര കുട്ടികളാ സ്വാമിയാർ മഠത്തില്. ഞാൻ എൻ്റെ കണ്ണിലുണ്ണി പോയിട്ട് എന്താ പറയാ, എൻ്റെ അവരെ എൻ്റെ ഏറ്റവും പൊന്നോമനകളായിട്ടാണ് ഞാൻ അവരെ കൊണ്ടു കിടക്കുന്നത്. ഇതുപോലെ എല്ലാവർക്കും സാധിക്കും. ആ കുഞ്ഞുങ്ങളെ അതുപോലെ സ്നേഹിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ല കുട്ടികളാണ്. ഒരു കുറവും ഒരു കുഞ്ഞിനും ഇല്ല. നമ്മളത് കണ്ട് അവരുടെ കൂടെ നിന്ന് അവരെ സ്നേഹിച്ച് അവരെ മുന്നിൽ കൊണ്ടുവന്നാൽ നാളെ നമ്മുടെ രാജ്യം ഭദ്രമാകും, ധർമ്മം നിലനിൽക്കും, എല്ലാവർക്കും സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. അതിനെല്ലാവരും ഉത്സാഹിക്കണം. നമുക്ക് വീണ്ടും നാളെ കാണാം. എല്ലാവർക്കും സായിറാം. സായിറാം സർ. സായിറാം സർ. സായിറാം സർ. സായിറാം സർ. സായിറാം സർ. സായിറാം. സായിറാം സർ. സായിറാം സർ. സായിറാം, 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 സായിറാം.